നമ്മളെ അംഗനവാടിയിൽ കുറെ ചട്ടിയും പാത്രങ്ങളൊക്കെ ഉണ്ട്. കുറെ പാത്രങ്ങളൊക്കെ കുടിക്കാൻ എന്തോ പരിപാടി മെമ്പർ ഉള്ളിലുണ്ട്. നമുക്ക് എന്താ കാര്യം ചോദിച്ചാൽ മെമ്പറെ നമ്മള് കുറെ ചട്ടി പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ എന്താ ഇതിന്റെ സംഗതി, ഇത് എന്താ സംഗതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാൻ. ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പരിപാടിയാണ്. നമ്മളെല്ലാ അംഗൻവാടിക്കും ഉണ്ട്. അതിന് വിശദമായിട്ട് ഞാൻ പറയാം. ഒതുക്കുങ്ങൽ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികൾക്ക് ആവശ്യമായ എല്ലാവിധ പാത്രങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കിടക്കാൻ ആവശ്യമായ പായ, അംഗനവാടിയിലെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒതുക്കുങ്ങൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങാൻ ഭരണസമിതി തീരുമാനിക്കുകയും അതനുസരിച്ച് പദ്ധതി വയ്ക്കുകയും അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ സൂപ്പർവൈസർ നിർവഹണം നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും അതുവഴി കുട്ടികളുടെ മനസ്സിൽ എന്തായിരുന്നു എൻ്റെ അംഗനവാടി, ഞാൻ പഠിച്ച അംഗനവാടി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നതും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്തായാലും ഒതുക്കുങ്ങൽ പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ കാര്യമായി മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അംഗനവാടി ഞാൻ ഇവിടെ വന്ന വർഷത്ത് 2022 വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു കണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ മാറ്റം വന്ന് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു പ്രീ സ്കൂൾ നഴ്സറിയുടെ നിലവാരത്തിലേക്ക് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം ഉയർന്നിട്ടുണ്ട്. അതിന് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുപോലെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒതുക്കൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ച നമ്മുടെ വാർഡ് മെമ്പർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അംഗൻവാടിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവിടുത്തെ ടീച്ചർ, ഇവിടുത്തെ ഹെൽപ്പർ എന്നിവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും കുറച്ചും കൂടെ നല്ല ഉയരത്തിലേക്ക് ഈ അംഗൻവാടി എത്താൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മളെ 14-ാം വാർഡിലെ അംഗനവാടി ഇപ്പൊ ശരിക്ക് നോക്കുകയാണെങ്കിൽ ഇത് അംഗനവാടി ആണെന്നല്ല, ഇതൊരു ഒരു പ്രീ സ്കൂൾ ആണെന്ന് ഇരിക്കുന്ന രൂപത്തിലേക്ക് അത്രത്തോളം വികസനം നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ അംഗനവാടിക്ക് ജസ്റ്റ് വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കുറെ ചട്ടി പാത്രങ്ങളും അതിന് വേണ്ട എല്ലാ നമ്മളൊരു വീട്ടുപകരണങ്ങൾ കംപ്ലീറ്റ് ഇവിടെ പഞ്ചായത്തിൽ കിട്ടിയതാണെന്ന് അറിയാൻ സാധിച്ചു. ഇത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രങ്ങൾ കിട്ടുന്ന സംഭവം ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണാം. ഇതിനെ കുറിച്ച് മെമ്പർക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മളെ ഒതുക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഈ വന്നതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് നല്ല പദ്ധതികൾ, ഒരുപാട് നൂതന നല്ല പദ്ധതികളും നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ പഞ്ചായത്തിൽ ഒരുവിധം നമ്മളെ ഒതുക്കൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ ഒതുക്കുന്ന പഞ്ചായത്തിലാണ് ഈ സാധനം നടപ്പാക്കുന്നത്. മറ്റുള്ള പഞ്ചായത്ത് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മളെ ഭരണസമിതി എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങൾ എന്നും ചർച്ചകൾ നടത്തി അതിൽ ഏതാണ് ഏറ്റവും ഗുണകരം എന്നല്ല അത് എടുത്ത് നടപ്പാക്കുന്നത്. എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു ഇതിന്റെ നമ്മളെ പ്രസിഡന്റ് നമ്മളെ പഞ്ചായത്തിന്റെ ഭരണസമിതി പ്രസിഡന്റ് സാഹിബ് അവര് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എപ്പോ നോക്കിയാലും പഞ്ചായത്തിൽ ഉണ്ടാവും. ഏത് നേരം രാവിലെ ഒരു 10 മണി വന്നാൽ പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോകുന്ന കഴിഞ്ഞ നേരെ വരും. ആർക്കും ഒരു പ്രസിഡന്റ് അവിടെ ഇല്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് മെമ്പർമാർ. എല്ലാ മെമ്പർമാരും അവിടെ പഞ്ചായത്തിലുണ്ടാവും, ഏത് സമയത്തുണ്ടാവും. ഞാനൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊക്കെ ഇവിടുന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മീറ്റിംഗ് ഉണ്ട്. അന്ന് സത്യത്തിൽ നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് വേണ്ട ചെയ്യണം. നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകും. നമ്മളൊക്കെ പഞ്ചായത്തിൽ എപ്പോഴും മീറ്റിങ്ങിൽ പോകാനുള്ള കാരണം തന്നെ നമുക്ക് അവിടെ ചെല്ലുക, ഇതിനെ കുറിച്ച് സംസാരിക്കാൻ. നമ്മളെ നാട്ടുകാർക്ക് നമ്മളിപ്പോ കുട്ടികളെ അംഗനവാടി സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളാണ്, അവർക്ക് പഠിക്കാനും അവർക്ക് കളിക്കാനും അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു അങ്ങനെ അവരെ വളർത്തിയെടുക്കുമ്പോഴാണ് അങ്ങനെ അവർ മറ്റുള്ള രീതിയിലൊക്കെ അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിനെ മാറ്റിയെടുക്കുമ്പോൾ ആ കുട്ടികളെ നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് നമ്മള് അംഗനവാടി ആവട്ടെ, സ്കൂളുകളാവട്ടെ, വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മളെ ലഹരിന്റെ പറയുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്താണ് ഏറ്റവും ഒതുക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ശരിക്കും ആദ്യ പ്രഖ്യാപനം. അത് 10,000 രൂപ. മനസ്സിലാക്കുന്നത് വെച്ചാല് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്കൊപ്പം നിലനിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ ഓരോ കാര്യങ്ങളാണ് വെച്ചിട്ടാണ് നമുക്ക് വാർഡിലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ വികസനങ്ങളാണെങ്കിലും അതിൽ അംഗനവാടി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കാണാത്തൊരു തരം വികസനങ്ങൾ നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഒരു സ്കൂളിന്റെ ലെവലിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് ഭരണസമിതിന്റെ മികവ് തന്നെയാണ്.
അതന്നെ പറഞ്ഞത്. ഇത് തന്നെ ഞാൻ പറയല്ലേ, ഏത് നേരം ചർച്ചകള് മീറ്റിങ്ങുകള് ഇങ്ങനെ നടക്കണ്. നമുക്കൊന്നും ഒരു വൈബ് എന്ന സാധനം കിട്ടലില്ല. ഈ ഒരു 5 കൊല്ലത്തിൽ എപ്പോഴും വരാം. ആ ഒരു ഇതിന്റെ ഗുണമാണ് കാണുന്നത്. അപ്പൊ ഒരിക്കലും ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്ത സംഗതികള് അത് ശരിക്കും ആളുകൾ പരിശോധിച്ചാൽ കിട്ടും. ഒതുക്കിങ്ങൽ എല്ലാം ഇതിപ്പോ ഈ പാത്രങ്ങളെ ഒതുക്കിങ്ങൽ പഞ്ചായത്തിൽ മുഴുവൻ അംഗനവാടികളിലും ഇത് എല്ലായിടത്തും എത്തിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കുട്ടികൾക്ക് ഭക്ഷണം എന്തൊക്കെ സാധനങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ സാധനം ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ. ഒക്കെ കൊടുക്കുന്ന എല്ലാം റെഡി. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇനിയിപ്പോ നമ്മള് അടുത്തത് നമ്മളെ ആനോട് അംഗനവാടി. അപ്പൊ ആനോട് നമുക്ക് ആകെ 2 അംഗനവാടി, നമ്മളെ വാർഡിൽ 2 അംഗനവാടി. 2 അംഗനവാടി മികച്ച അംഗനവാടി ആക്കുക എന്നുള്ളത് നമ്മളൊരു എന്റെ ഒരു ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് നടപ്പിലായി കഴിയുന്നു. കാരണം ആനോട് അംഗനവാടി ഇനി ഇതാ ഏപ്രിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ആ കോൺട്രാക്ടറാണ് പിന്നെ ഒതുക്കുള്ള ഹിയാസ് എന്ന ആളാണ് വർക്ക് എടുത്തിട്ടുള്ളത്. മൂപ്പരത് നമുക്ക് പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് ഞാൻ ചെയ്തരാന്ന് പറഞ്ഞു. ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അതും ഒരു നല്ലൊരു അടിപൊളി അംഗനവാടി ആയിട്ട് നമുക്കത് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ യാസിയും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോർഡ് ഈ കൂട്ടൊക്കെ മാറ്റുന്ന റെഡി ആക്കിയിട്ട് ഇതിനും അടുത്ത പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി യാസി ആക്കണം. അവിടെ നമുക്ക് യാസി ആക്കണമെന്ന് നമുക്ക് മനസ്സിലാഗ്രഹമുണ്ട്. നടക്കും എന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വയനാട് അംഗനവാടി നമ്മുടെ ടീച്ചറാണ്. ടീച്ചറോട് നമ്മൾ മെമ്പറെ കുറിച്ച് 2 വാക്ക് ചോദിച്ചത്. ടീച്ചർ എങ്ങനെയുണ്ട് നമ്മളെ മെമ്പർ നമ്മളെ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാണ്. ഇവിടെ 14-ാം വാർഡിലെ അംഗനവാടിയുടെ മെമ്പർ. ഞാൻ 1.5 വർഷമായി ഇവിടെ വന്നിട്ട്. ഇവിടെ മെമ്പർ നല്ല പ്രവർത്തനമാണ് നടത്തുന്നത്. അംഗനവാടി വന്നപ്പോൾ വലിയ CDP പറഞ്ഞ മാതിരി ഒരു ശോചനീയ അവസ്ഥയായിരുന്നു. ഇപ്പൊ അംഗനവാടിയിലെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടും എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്തു നല്ല ഉഷാറായിട്ട് അംഗനവാടിയിലെ പ്രവർത്തനത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. എന്തൊരു കാര്യത്തിനും മീറ്റിങ്ങിനും വിളിച്ചു പറഞ്ഞാൽ അപ്പൊ തന്നെ മെമ്പർ വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതിൽ ചെയ്തു തരുന്നുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചെയ്തു തരാൻ ഉഷാറുള്ള ഒരു മെമ്പർ.